നമസ്കാരം, ഫോർട്ടുഗ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള സിനിമയാണ് മണിച്ചിത്രത്താഴ്. ആ സിനിമയിൽ കുതിരവട്ടം പപ്പു മോഹൻലാലിനോട് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നായിരുന്നു ആ ഡയലോഗ്. അന്ന് കുതിരവട്ടം പപ്പുവിന്റെ പെരുമാറ്റത്തിൽ തോന്നിയ സംശയമാണ് ഇപ്പോൾ കേരളത്തിന്റെ സ്വന്തം ഗണപതിവട്ടം ജിയുടെ പെരുമാറ്റത്തിലും തോന്നി തുടങ്ങിയിരിക്കുന്നത്. ഇത്തവണ മത്സരിക്കാൻ വയനാടൻ ചുരം കയറി ജനങ്ങൾക്ക് ആദ്യം സുരേന്ദ്രൻ കൊടുത്ത വാഗ്ദാനം താൻ ജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതിവട്ടം എന്നാക്കും എന്നായിരുന്നു. അന്നേ കേരള ജനത പറഞ്ഞതാണ് ഇദ്ദേഹത്തെ ജയിപ്പിച്ച് ഡൽഹിക്കല്ല വിടേണ്ടത്, മറിച്ച് ചുരമിറക്കി കുതിരവട്ടത്തേക്കാണ് എന്നതായിരുന്നു. ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് തോന്നിയ സംശയം പ്രശസ്ത സംഘനിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർക്കും തോന്നിയിരുന്നു. അത് തുറന്നു പറഞ്ഞതിനാണ് അദ്ദേഹത്തെ ആക്രിപ്പണിക്കർ എന്ന് സുരേന്ദ്രൻ വിളിച്ചത്. സുരേന്ദ്രന്റെ പ്രവൃത്തിയും സംസാരവും ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ ഏറെക്കുറെ ആ അഭ്യൂഹങ്ങൾ സത്യമാണ് എന്നാണ് തോന്നുന്നത്. ബീഫും കൂട്ടി പൊറോട്ട അടിച്ചിരുന്ന ഫോട്ടോ വന്നപ്പോൾ ഉള്ളിക്കറിയാണെന്ന് ന്യായീകരിച്ചപ്പോൾ തുടങ്ങി ഉയർന്നു വന്ന സംശയമാണ്. ഇരുമുടി നിലത്തിട്ടപ്പോൾ അത് ഒന്നുകൂടി ശക്തമായി. ശബരിമലയ്ക്ക് പോകുന്ന വഴി ഹൻസ് വയ്ക്കുന്ന വീഡിയോ വന്നപ്പോൾ അത് ശക്തമായി. കേരളത്തിന്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഉറപ്പായി തോൽക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ഹെലികോപ്റ്റർ പിടിച്ച് പ്രചരണം നടത്തിയപ്പോൾ വീണ്ടും തോന്നി ഇയാൾക്കിത് എന്തു പറ്റിയെന്ന്. പിന്നെയും നിരവധിയാണ് ഉദാഹരണങ്ങൾ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ നിലവാരം വാട്സപ്പ് യൂണിവേഴ്സിറ്റി സംഖ്യയുടേതിനും ശരാശരിക്ക് താഴെയാണ്. എന്താണ് ഇയാളുടെ പ്രശ്നം എന്നതാണ് മനസ്സിലാകാത്തത്. കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷിനെ വ്യക്തിഹത്യ ചെയ്ത് കുറെ പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇപ്പോൾ ഇതാ AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MP-യുമായ KC വേണുഗോപാലിനെ വ്യക്തിഹത്യ ചെയ്ത് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാനായി ശ്രീ സാം പിട്രോയെ നിയമിച്ച് KC വേണുഗോപാൽ ഇറക്കിയ ഒഫീഷ്യൽ പോസ്റ്റും KC വേണുഗോപാലിന്റെ ചിത്രവും വെച്ചുകൊണ്ടാണ് K സുരേന്ദ്രന്റെ പോസ്റ്റ്. ആഫ്രിക്കക്കാരനെ പോലുള്ള ദക്ഷിണേന്ത്യൻ മലയാളി എന്നാണ് പോസ്റ്റിന് നൽകിയ ക്യാപ്ഷൻ. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തിന് പോലും വ്യക്തമല്ല. KC വേണുഗോപാൽ ഒറ്റയ്ക്ക് പടവെട്ടി കയറി വന്ന് തന്റെ കഴിവ് തെളിയിച്ച നേതാവാണ്. സംസ്ഥാന മന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി, രാജ്യസഭ ലോക്സഭ MP-യായി, നിയമസഭ MLA-യുമായിരുന്നു. ഇന്ന് കോൺഗ്രസിലെ തന്നെ രണ്ടാമനാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ മികച്ച പോരാട്ടം നടത്താൻ പാകത്തിനൊരുക്കിയെടുത്തതിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം അഹോരാത്രം പണിയെടുത്ത നേതാവ്. K സുരേന്ദ്രനെയും KC വേണുഗോപാലിനെയും വെച്ച് ഒരു താരതമ്യത്തിന് പോലും അർഹതയില്ല എന്നതാണ് സത്യം. BJPക്ക് പ്രതിപക്ഷ ബഹുമാനം തീരെയില്ല എന്നത് നമുക്കറിയാം, പ്രത്യേകിച്ച് മോദിക്ക്. ആ പ്രവൃത്തിക്ക് ജനം കൊടുത്ത തിരിച്ചടിയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം. ഇത്രനാൾ അവഹേളിച്ച് നടന്ന രാഹുൽ ഗാന്ധിയെ കൈപിടിച്ച് ആനയിക്കേണ്ടി വന്നു നരേന്ദ്രമോദിക്ക്. അത് കണ്ടിട്ടും സുരേന്ദ്രനൊന്നും ഒരു കുന്തവും മനസ്സിലായിട്ടില്ല എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വെറും നാലാംകിട സൈബർ അടിമകളേക്കാൾ നിലവാരമില്ലാത്ത K സുരേന്ദ്രന്റെ ഇത്തരം പോസ്റ്റുകൾ വ്യക്തിഹത്യകളും കാണുമ്പോൾ അതിനാൽ തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് പെരുമാറ്റത്തിലെ അദ്ദേഹത്തിന്റെ കുഴപ്പത്തിൽ അസ്വാഭാവികത തോന്നുന്നതും.